മുജാഹിദ് പ്രസ്ഥാനത്തിന് ദോഷമായിട്ട് വരും. ഞാൻ വായിക്കാതിരിക്കുകയാണ്. സ്വകാര്യമായിട്ട് മുജാഹിദ് സുഹൃത്ത് വന്നാൽ ഈ പേജ് ഇപ്പൊ തുറന്ന് കാണിച്ചു. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ വസ്തുത. നമുക്ക് സാഹചര്യത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ നയവും പരിപാടിയും നിങ്ങൾ സ്വീകരിക്കണമെന്ന് മുജാഹിദുകളോട് ജമാഅത്ത് പറയുന്നില്ല. വിശ്വാസത്തിൽ മാറ്റം വരുത്തും. നയപരമായിട്ട് ഞങ്ങളെ നയങ്ങൾ എടുക്കണ്ട. ജമാഅത്ത് തന്നെ അതിന്റെ നയം മാറ്റുന്നില്ലേ? നിങ്ങൾ മാറ്റിയിട്ടില്ലേ? നയം മാറ്റിയത് വിഷയം അതാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഷെയ്ഖ് സാഹിബിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയും. കെ എം മാലിക് ഉൾപ്പെടുന്ന 7 പണ്ഡിതന്മാർ കൂടിയിട്ട് 959 കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഫത്വ ഇറക്കി. ആ ഫത്വയെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മത്സരിച്ചപ്പോൾ അള്ളയില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തിട്ട് കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യൽ വാജിബാണ് നിർത്തം. ജമാഅത്തെ ഇസ്ലാമിക്കാർ ആർക്കും വോട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്, അത് ഹറാമാണ്. അള്ളയില്ലാത്ത കാഫിറിന് നിഷ്പക്ഷത പാലിക്കലും മറ്റുള്ളവർക്ക് സഹായമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് പോലെ കോൺഗ്രസ് ലീഗ് ഭരണ കക്ഷിക്ക് തന്നെ ജമാഅത്തുകാർ വോട്ട് ചെയ്യണം. ഒരു വോട്ട് ചെയ്യാതിരിക്കലും തെറ്റാണ് എന്നാണ് പത്വ പറയുന്നത്. ഇത് അന്നത്തെ നയമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ബാഫലി തങ്ങൾ അവറുകൾ മാറുന്നു. കോൺഗ്രസ്സുകാർ ബഹുമാനപ്പെട്ട CH മുഹമ്മദ് ഉവ്വായ തങ്ങളുടെ തൊപ്പി ഉരിച്ച് ലീഗിനെയും സമുദായത്തിനെയും അപമാനിച്ച് അങ്ങനെയൊക്കെ ആയപ്പോൾ ലീഗിന്റെ അനിഷേധിച്ച നേതാവായ മർഹൂം ബാഫലി തങ്ങളെ അവർക്ക് മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനം ഉയർത്തി. എന്നാ പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ മാർക്സിസ്റ്റ് ലീഗ് സഖ്യമുണ്ട്. അമ്പകയിൽ എത്ര മുജാഹിദ് ലീഗിന് രാജിവെച്ചിട്ടുണ്ടോ? ഒരൊറ്റ കുട്ടി രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആയിട്ട് തമ്മിൽ മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്യാതിരിക്കൽ വരെ ഹറാമായി. ലീഗ് നേതാക്കന്മാർ മാർക്സിസ്റ്റുകാരെ കൂടെ കൂടിയപ്പോൾ നമ്മളും കൂടി. ഇത് നയമാറ്റല്ലേ? മാറിക്കൂടാന്നല്ല ഞാൻ പറയുന്നത്. മാർക്സിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്നതാന്ന് തോന്നി എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ചെയ്യാമെങ്കിൽ 2 വർഷം ചെയ്തുകൂടെ ചെയ്യണ്ട, അത് വേറെ തർക്കം. ഇതല്ല ഇപ്പൊ എന്റെ വിഷയം. നയമൊക്കെ എല്ലാവരും മാറും. ജമാഅത്ത് നയം മാറ്റി, നയം മാറ്റി, ആ നയം മാറ്റി. ആരാ മാറ്റാത്തത്? സുന്നികൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല. ഇപ്പൊ അത് അച്ചടിച്ച് വെക്കുന്നു. എത്ര തർക്കം വരെ നടന്നിരിക്കുന്നത് ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല. ഒരു കാലത്തുണ്ടാത മദ്രസ ഖിയാമത്ത് വരെ മദ്രസ വഴിയിൽ കുട്ടികളയക്കും. ഇപ്പൊ 10,000 മദ്രസ ഉണ്ടെന്നാ പറയുന്നത്. സുന്നികൾ കൈമാറിയില്ലേ? ഇത് നയം എന്ന് പറഞ്ഞാൽ തന്നെ മാറുവാനുള്ളതാ. ജമാഅത്തെ ഇസ്ലാമി നയം മാറ്റിയിട്ടുണ്ട്, ഇനിയും മാറ്റും. നിങ്ങളും മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനിയും മാറ്റാം. ഞാൻ പറയുന്നു, ചിലപ്പോൾ മുജാഹിദും ജമാഅത്തും യോജിച്ചിട്ട് ഒരു ഇലക്ഷൻ നേരിടുന്ന ഘട്ടമൊക്കെ വരൂ. ഇപ്പൊ പാകിസ്ഥാനിലതാ ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ ഫത്വയോട് ഫത്വായ ദൈവബന്ധ്, ഫത്വായ സഹാറൻപൂർ, ഫത്വയുടെ കൊട്ട പുറപ്പെടുവിച്ച് കക്ഷി പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടില്ല. ഫസലുർ റഹ്മാന്റെ കക്ഷി മൗലാന മജ്ലിസ് മുത്തഹിദ അമൽ, അവര് സഖ്യം. വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ദൈവബന്ധി പ്രസ്ഥാനത്തിലും സുന്നി പ്രസ്ഥാനത്തിലും മഞ്ഞുരുകിക്കൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ ദൈവബന്ധിലെ സുന്നി കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവബന്ധിലെ പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ
ഡൽഹിയിലെ ഓഫീസിൽ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മുജാഹിദുകൾ മാത്രം മാറൂല്ലെങ്കിൽ അള്ള കാക്കട്ടെ എന്നേ എനിക്ക് പറയാൻ പറ്റും. നയം മാറാം. ആദർശം നിങ്ങളുടെ കാരണവന്മാരും മുൻഗാമികളും തലതൊട്ടപ്പന്മാരും പറഞ്ഞു തന്നെയാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാം എന്ന് പറയുന്നത്. നിങ്ങളെന്തിനാണ് മറച്ചു വെക്കുന്നത്? ഞാൻ 10-12 വയസ്സിൽ പാലക്കാട് ദാറുൽ ചെന്നപ്പോൾ 2 ബൈത്ത് അവിടുന്ന് പഠിക്കുകയുണ്ടായി. പാഠപുസ്തകത്തിലല്ല, പുറത്ത്. ഒരു ബൈത്തിൽ പറയുന്നു, ഒരു ലീഗ് സംഘടനയ്ക്ക് സ്വാഗതം പറയുന്ന ലീഗ് നേതാക്കളെ സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ ബാനർ എഴുതി തൂക്കിയത്. യാ ഖൗമനാ അസ്സിസൂ ഫിൽ ഹിന്ദി മംലകതൻ മഹ്കൂമതൻ ബില്ലാഹി തൈസീസ മുതവ്വിജീന ജിനാഹൻ താജ മക്രുമത്തി വഅഖ്രിജൂ മിൻ ഹുനാ ഗാന്ധി വഇബ്ലീസ. ഇതിലെ ഒരു വാക്കിന് തർജ്ജമ ചെയ്യാൻ പാടില്ല. അതിപ്പോ രാജദ്രോഹം. അന്ന് ഇന്ത്യ വിഭജിച്ചിട്ടില്ല. പാട്ടിലല്ലേ, കവിതയിൽ അങ്ങനെ വരും. ഇത് മൊയ്തു പോലും ഉണ്ടാക്കിയത് മർഹൂം. പക്ഷെ അന്ന് ജമാഅത്തെ ഇസ്ലാമി ഇല്ല. അന്ന് ലീഗും മുജാഹിദും ഉള്ളൂ. അതിനുള്ള തെളിവാണ് മുതവ്വിജീന ജിനാഹൻ താജ മക്റമത്തി. ജിന്നാ സാഹിബിന് ബഹുമാനത്തിന്റെ കിരീടം ചൂടിക്കുകയും. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയോ? ജിന്നാ സാഹിബിന് മയ്യത്ത് ചിരിക്കാത്തതിന്റെ പേരിലാണ് പട്ടാളപ്പള്ളിയിൽ നിന്ന് ഹാജി സാഹിബിനെ പുറത്താക്കി. ലീഗുകാർ വിചാരിച്ച് ഇത് ജിന്നാ സാഹിബിനോടുള്ള വിരോധം കൊണ്ടോ? ഹാജി സാഹിബിന്റെ അഭിപ്രായം റായിബിന് മയ്യത്ത് ചിരിക്കണ്ടാവും. അത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള വിഷയം. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ ഇമാമായിട്ട് കൂട്ടാക്കാതിരുന്നത്. നമ്മകയിൽ പള്ളിയിൽ ഇവിടെ ആ ചുമതല നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തായാലും ജിന്നാ സാഹിബിന് കിരീടവും കൊടുമുടിയും ചാർത്തണമെന്ന് ലീഗുകാർ പാട്ടുണ്ടാക്കില്ലല്ലോ. അല്ല, ജമാഅത്ത് അന്ന് ജമാഅത്ത് ഇല്ലല്ലോ, കേരളത്തിലെത്തിയിട്ടില്ല. അന്ന് ഞാൻ പഠിച്ച പാട്ടാണ് യാ ഖൗമനാ അസ്സിസൂ ഫിൽ ഹിന്ദി മംലകതൻ. ജനങ്ങളെ, ഇന്ത്യ രാജ്യത്തൊരു ഭരണം കെട്ടിക്കൊടുക്കുകയും മഹ്കൂമത്തൻ ബി കിതാബില്ലാഹി തൻസീസ, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണം. മുസ്ലിം ലീഗിന്റെ കാലത്ത് ഇസ്ലാമിന്റെ ഭരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ മുജാഹിദും നമ്മളൊക്കെ അതിൽ കൂടിയത്. ഇതിപ്പം വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലാണെങ്കിലും ജമാഅത്തില്ലെങ്കിലും നിങ്ങളെ ഒരാളുണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ മർഹൂം PV മുഹമ്മദ് മൗലവി, സാഹിത്യകാരൻ, പണ്ഡിതൻ, അറബി ഭാഷയുടെ കഴമ്പ് കണ്ട സാഹിത്യകാരൻ, കവി, പോരാത്തതിന് ചന്ദ്രികയുടെ പത്രാധിപതി വഹിക്കും. അദ്ദേഹത്തിന്റെ കുറെ കവിതയുണ്ട്. ഇപ്പൊ നിർഭാഗ്യത്തിന് ഒന്നേ എനിക്ക് ഇച്ചു. ഞാൻ PVയുടെ സഹോദരങ്ങളിൽ പലരോടും അതിന്റെ സമാഹാരം കിട്ടാനൊക്കെ പറഞ്ഞു നോക്കി ചെന്നപ്പോൾ മരിച്ചു. അനഹനു ഉമ്മത്തുമൻ കദിശാദ മംലകതൻ അസാസുഹദ്ദീനുലാ മശ്റഉൽ ബശറു. നല്ല കുറെ കവിതകളുണ്ട്. മുസ്ലിം സമുദായത്തെ ചോദ്യം ചെയ്യുകയാണ്, ആക്ഷേപിക്കുകയാണ് PV മുഹമ്മദ് മൗലവി. അനഹനു ഉമ്മത്തുമൻ കദിശാദ മംലകതൻ. ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത പ്രവാചകന്റെ അനുയായികളാണോ നമ്മൾ? ഇപ്പൊ നമുക്കത് പറയാൻ ലജ്ജയില്ലേ? എന്താ പ്രവാചകൻ ചെയ്യുന്നത്? അസാസുഹദ്ദീനു, ആ ഭരണകൂടത്തിന്റെ അടിത്തറ ദീനായിരുന്നു. ലാ മാ യശ്റഉൽ ബശറു, മനുഷ്യന്മാരുണ്ടാക്കിയ ഭരണഘടന അല്ല. ഇത് മുജാഹിദുകളുടെ ആദ്യകാലത്തെ ലീഗ് കാലത്തെ നിലപാടുകളാണ്. അപ്പൊ അന്ന് അത് പറയാമായിരുന്നു. ഇപ്പൊ സാഹചര്യം മാറിയതുകൊണ്ട് കുറച്ചൊക്കെ ശൈലിയിലൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ അപ്പാകം പറയണ്ട. നിങ്ങളെന്തിനാ ഇല്ല ദീനിൽ എന്ന് പറയുന്നതെന്നാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ദീനിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ
ഇതാണ് നമുക്കിടയിലുള്ള പ്രശ്നം.